ബഹുമാനിയായ നമ്മുടെയൊക്കെ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ ഓഫ് ഓപ്പോസിഷൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാർ, മുഖ്യാതിഥിയായിട്ടുള്ള എം.പി. അബ്ദുൽ സമദ് സാനി സാഹിബ്, കെ. ശബരിനാഥ്, ആകാർ പട്ടേൽ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സി എച്ചിൻ്റെ ഓർമ്മയിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് സി എച്ചിൻ്റെ ചരമദിനം കൂടിയാണ്. സി എച്ച് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ യൂണിവേഴ്സിറ്റിയും കൂടിയും. യൂണിവേഴ്സിറ്റി ഒരു സൊസൈറ്റിയിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളത് മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളർച്ചക്കകത്ത് നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സി എച്ചിന് ശേഷം കേരളത്തിൻ്റെ ഈ എക്കോസിസ്റ്റം നിലനിർത്തുന്നതിൽ സി എച്ചിൻ്റെ ദൗത്യം ഏറ്റെടുത്ത ആൾ പേരാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നുള്ളത്. അദ്ദേഹം പാർട്ടിയുടെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ വന്നതിൻ്റെ ഒരു നീണ്ട കാലയളവ് നമ്മൾ അനുഭവിച്ചതാണ്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു മാറ്റം, കേരളത്തിൻ്റെ ഒരു മോഡൽ. നേരത്തെ ആസിഫ് മുജ്തബ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രസൻസ് ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ കോ എക്സിസ്റ്റൻസ് ആൻഡ് ദ സെക്യുലർ സിസ്റ്റം, along with that we are keeping the dignity of the community. So that system, that ideology we are following, and our leader Kunjalikudi is leading towards the horizon for that, with that ecosystem and ideology. നമുക്കറിയാം കേരളത്തിൽ, ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ് സൂചിപ്പിക്കുന്നതല്ല, രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ചില ഉത്തരവാദിത്തങ്ങൾ, ചില തീവ്ര സ്വഭാവത്തിലുള്ള പ്രസംഗങ്ങളും ആൾക്കൂട്ടങ്ങളും വന്നപ്പോൾ അരുത് എന്ന് പറഞ്ഞ് തടുത്തു നിർത്തിയപ്പോൾ കല്ലേറ് കൊണ്ട മനുഷ്യൻ കൂടിയാണിത്. കേരളത്തിൽ എന്ത് വിമർശനങ്ങളുണ്ടായാലും എല്ലാ സൊസൈറ്റിയിലും ആളുകൾ പറയുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്ന് പാണക്കാട് ഫാമിലിയെക്കുറിച്ച്, അവർ ചെയ്യുന്ന ദൗത്യത്തെക്കുറിച്ച്. രണ്ടാമത് കേരളത്തിൻ്റെ പ്ലൂറൽ കമ്മ്യൂണൽ ഒരു സിസ്റ്റം, ആ സൊസൈറ്റിയുടെ ഈ നന്മകൾ തകർക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് തടുത്ത് റെസിസ്റ്റൻസ് ചെയ്യുന്ന ഒരാളെക്കുറിച്ചും പറയാറുണ്ട്. അതും പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഇത് സി എച്ച് നേരത്തെ ചെയ്തിരുന്ന ദൗത്യമാണ്. സി എച്ച്, നമുക്കറിയാം, സി എച്ച് ഒരു സൊസൈറ്റിയെക്കുറിച്ച് വല്ലാതെ സംസാരിച്ചു, അവിടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇവിടുത്തെ സാഹിത്യകാരന്മാരും എഴുത്തുകാരും പറഞ്ഞു സി എച്ച് ഒരു മുസ്ലിം ലീഗുകാരനാണെങ്കിലും വർഗീയവാദി ആയിരുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഒരു ലീഗുകാരനും വർഗീയവാദിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഫിലോസഫി, ഒരു ഐഡിയോളജി അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പോരാട്ടം തുടരുകയാണ്. എന്തിനാണ്? ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടി. നമ്മൾ പ്രത്യേകമായി ഒന്നും പറയുന്നില്ല. സി എച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു മുടിനാരിഴ അവകാശം അവന് മറ്റുള്ളവരുടെ നമുക്ക് ആവശ്യമില്ല, പക്ഷേ ഒരു തലനാരിഴ പോലും നമ്മുടെ അവകാശം നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അതൊരു പോരാട്ടമാണ്. പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി വി ആർ ഫൈറ്റിംഗ് ഫോർ ദം. സി എച്ചിൻ്റെ പേരിൽ കാരുണ്യ പ്രവർത്തനം ഒരുപാട് നടക്കുന്നു, ഇൻ്റലക്ച്വൽ മീറ്റിങ്ങുകൾ നടക്കുന്നു. ഇതൊരു ഇൻ്റലക്ച്വൽ പൂളാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇത് ക്രീം ഓഫ് ദ സൊസൈറ്റിയാണ്. ഇത് രജിസ്റ്റർ ചെയ്ത് വന്നു. ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയാൽ അവർ പേ ചെയ്ത് വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? കേൾക്കാൻ വേണ്ടി. അവർക്ക് കൊടുത്ത വിഭവങ്ങളെക്കുറിച്ച് ഒരു പ്രതിനിധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേസിങ് എന്നാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു അനുഭവം തീർക്കാൻ നമുക്ക് പരിസരമൊരുക്കിയ ഒരാശയമുണ്ട്. ആശയതലം രൂപപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രാക്ടിക്കൽ വിസ്ഡം ആയിരുന്നു സി എച്ച് മുഹമ്മദ് കോയ. അദ്ദേഹത്തിൻ്റെ മുൻപ് വന്നുപോയ ആളുകൾ അതിലേറെ വലിയ സംഭാവനകൾ വിത്തുപാകിയ, ഈ കളമൊരുക്കിയപ്പോൾ വിത്തിട്ടപ്പോൾ വേഗം മുളച്ച ഒരു വലിയ വൻ മരമാണ് സി എച്ച്. സി എച്ചിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രതിസന്ധികളുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫിയയുടെ കാലത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹമാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ സമദാനി സാഹിബുണ്ട്. സമദാനി ടോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് അലോങ് വിത്ത് സമദാനി ആൻഡ് കുഞ്ഞാലി സാഹിബ് വി ഹാവ് ആകാർ പട്ടേൽ, റൈറ്റർ, ആക്ടിവിസ്റ്റ്, ആൻഡ് കെ. ശബരിനാഥ്, വലിയൊരു മനുഷ്യൻ്റെ വലിയ പുത്രനാണ്. ഇവരൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സന്തോഷത്തിൽ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഡെപ്യൂട്ടി ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഇൻവൈറ്റ് ചെയ്യണം.